നൗഷാദ് അലി ഇവിടെ ഇപ്പോ നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് എടുക്കാൻ കഴിയുന്ന പൊസിഷൻസ് ഉണ്ട്. ചരിത്രത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞു കോൺഗ്രസിൽ ധാരാളം ധാരകളുണ്ട്. ശരിയാണ്, താങ്കൾ പറഞ്ഞ ധാരകളൊക്കെ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു സവിശേഷമായ ഘട്ടമാണ്. രാഹുൽ ഗാന്ധി ആസാമിൽ തെരുവിലിറങ്ങി നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ബുദ്ധിമുട്ടുണ്ടാകുമാറ് പ്രതിരോധിക്കപ്പെടുകയോ തടയപ്പെടുകയോ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ശശി തരൂരിനെ പോലെ ഒരാൾ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ അവരുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ, ബി.ജെ.പിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആയിരുന്നു രാം മന്ദിർ. അത് നിറവേറ്റപ്പെട്ട ദിവസം അതിന്റെ ചിയർ ലീഡറായി അതിന്റെ വീരസ്യം പറച്ചിലേക്ക് എങ്ങനെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് പോകാൻ കഴിയുക എന്നുള്ളത് മൗലികമായ ചോദ്യമാണ്. അതിപ്പോൾ ആരെയും സംഘി ചാപ്പ കുത്തുന്നതോ അല്ലാതാക്കുന്നതോ ഒന്നുമല്ല. അടിസ്ഥാന രാഷ്ട്രീയം വേണ്ടേ ഒരാൾക്ക്? അഭിലാഷിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇവിടെ കുറേ ആളുകൾ ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാനൊരു മിനിറ്റ് കൊണ്ട് ഒരു ചരിത്രം പറയാം. അഭിലാഷ്, ഇവിടെ 11ാം നൂറ്റാണ്ട് തൊട്ട് ഇന്ത്യ രാജ്യത്ത് ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചു. അതിൻ്റെ അവസാനം 2.5 നൂറ്റാണ്ട് കാലം മുഗളന്മാർ ഭരിച്ചു. ഈ നീണ്ട 700-800 വർഷക്കാലം ഈ രാജ്യത്ത് ഒരു വർഗീയ കലാപം പോലും നടന്നിട്ടില്ല. ഹിന്ദുവും മുസ്ലിമും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചു. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തല്ലിക്കാതെ ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി 1842 അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന എഡ്വേർഡ് ലാ എലൻബർഗ് ഇന്ത്യ രാജ്യത്തിന്റെ ഈ സുൽത്താനേറ്റ് മുഗൾ ഭരണത്തെ വർഗീയമാക്കാൻ ഈ ഭരണത്തെ വർഗീയമാക്കാൻ സ്മിത്തിനെയും എലിയട്ടിനെയും എൽഫിൻസ്റ്റനെയും കൊണ്ടുവന്നു. സ്മിത്ത്, എലിയട്ട്, എൽഫിൻസ്റ്റൺ അവരെഴുതി വെച്ചു എല്ലാ കാലവും ഹിന്ദു മുസ്ലിം കലാപത്തിന് ഉതകുന്ന രീതിയിൽ ഇതിനെ മാറ്റി. ഇവിടെ ഹിന്ദു നാട്ടുരാജ്യം മറ്റൊരു ഹിന്ദു നാട്ടുരാജ്യത്തെ ആക്രമിച്ചാലും ക്ഷേത്രങ്ങളിൽ പോകും, അവിടെയാണ് സമ്പത്ത് സൂക്ഷിച്ചത്. അതൊരു മുസ്ലിം രാജാക്കന്മാർ അങ്ങോട്ട് പോകുമ്പോൾ അതിനെ വർഗീയമാക്കി എഴുതി വെച്ചതിൻ്റെ ഫലം 1850 ശേഷം ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായി. 1900 ആദ്യ പകുതിയിൽ ബംഗാള് മതകീയമായി വിഭജിച്ചു. 1947 ഇന്ത്യ മതപരമായിട്ട് വിഭജിച്ചു. ഈ കെട്ട പ്രത്യയശാസ്ത്രം ദുഷിച്ചതാണെങ്കിലും പ്രഹരശേഷിയുള്ളതാണ് എന്ന് ഇവിടുത്തെ സംഘപരിവാരം മനസ്സിലാക്കിയപ്പോൾ അവരതിനെ മാറോട് പുണർന്നുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ തമ്മിത്തല്ലിച്ചുകൊണ്ട് ഇന്നും മുന്നോട്ട് പോവുകയാണ്. ആ ചരിത്രം പേറുന്ന ആളുകളൊക്കെയാണ് ഇവിടെ വന്നിട്ട് പച്ച നുണ പറയുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ 3ാം നൂറ്റാണ്ട് തൊട്ട് 9ാം നൂറ്റാണ്ട് വരെ ഇവിടെ ബുദ്ധ വിഹാര കേന്ദ്രങ്ങളായിരുന്നു എങ്ങും. ഇന്നൊരു ഭസ്മം പോലും അവശേഷിക്കാതെ അത് തൂത്തു തുടച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാം, അത് കഴിഞ്ഞിട്ടുള്ള കാരണങ്ങൾ അന്വേഷിക്കാം, അതിൻ്റെ മുമ്പ് BC കാലങ്ങൾ അന്വേഷിക്കാം. ഇത്തരത്തിൽ കൊടുക്കൽ വാങ്ങലും പകയുമല്ല സുഹൃത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ. ചരിത്രത്തിൽ നിന്ന് ഗുണപാഠങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത്. അതിന് സന്മനസ് വേണം. അതിനെ വളച്ചു കെട്ടി അധികാരത്തിൻ്റെ ഗിരിശൃംഗങ്ങളിലേക്ക് ഗോവണി പണിയാമെന്നാണ് സംഘപരിവാറിൻ്റെ ഉദ്ദേശം. അത് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നൊരു കാലം വരുമ്പോൾ നിങ്ങൾ താഴേക്ക് ഇറങ്ങിക്കൊള്ളും എന്നുള്ളത് മാത്രമാണ് ഇതിലെ സമാധാനം. പിന്നെ അഭിലാഷ, ഇവിടെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇന്നലെ ആക്ഷേപം വലിയ തോതിൽ ഉന്നയിച്ചിരുന്നു ഇവിടുത്തെ CPM-കാർ. അവർ പറഞ്ഞു ഇവിടെ രാഹുൽ ഗാന്ധി ക്ഷേത്ര ദർശനത്തിന് ശ്രമിച്ചു എന്ന്, രാഹുൽ ഗാന്ധി ഹനുമാന്റെ വേഷം കെട്ടാൻ ശ്രമിച്ചു എന്ന്. ഈ ക്ഷേത്രങ്ങളും ഹനുമാനും രാമനും മഹാഭാരതവും കൃഷ്ണനും ഒക്കെ ഇവിടുത്തെ BJP-കാരൻ്റെ കുത്തകയോ അവരുടെ സ്വത്തോ ഒന്നുമല്ല. അവർ ഭക്തി കാപഢ്യത്തിലൂടെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ യഥാർത്ഥ ഭക്തന്മാർക്ക് അവയൊക്കെ നിർമ്മലമായ മനസ്സോടുകൂടി സമീപിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവുമുണ്ട്. ശശി തരൂരിൻ്റെ പ്രവൃത്തി നിങ്ങൾ ആ ഗണത്തിൽ മാത്രം കൂട്ടിയാൽ മതി. പിന്നെ ഇവിടെ ബാബരി മസ്ജിദ് പൊളിച്ച് ചരിത്രം മ്യൂസിയം ആക്കണം, സ്മാരകമാക്കണം എന്നൊക്കെ പ്രസംഗിച്ച EMS-ന്റെ പാർട്ടിക്കാരൊക്കെ ഓന്ത് നിറം മാറും പോലെ ഓരോ കാലത്തിനനുസരിച്ച് ഓരോ വാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നതിനൊന്നും പ്രത്യേകിച്ചൊരു മറുപടിയില്ല. കേരളം എന്ന ഇട്ടാവട്ടത്തിനുള്ളിലെ മതനിരപേക്ഷ വോട്ടല്ല ഞങ്ങളുടെ ലക്ഷ്യം. അന്ന് പത്രത്താളുകളിൽ മതനിരപേക്ഷ വോട്ടല്ല. ഇതേ മാതൃഭൂമി പത്രത്തിലാണ് ആ വാർത്ത വന്നത്. നിങ്ങൾ 1000 തവണ നിഷേധിച്ചാലും ആ വാർത്ത നിഷേധിക്കാൻ പറ്റില്ല. പ്രഖ്യാപിത നിലപാടായിരുന്നു. പറഞ്ഞിട്ടില്ലെന്ന് പത്രം ഏത് ഇവിടെ മാതൃഭൂമിയുടെ വാർത്തയാണ് EMS-ന്റെ പ്രഖ്യാപിത നിലപാടാണ് എല്ലാ കാലത്തും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു നിലപാടില്ല സുഹൃത്തെ. നിങ്ങൾക്ക് ഒരു കാലത്തും ഒരു നിലപാടില്ല. നിങ്ങൾക്ക് ഈ കേരളത്തിലെ മതനിരപേക്ഷ വോട്ട് കിട്ടാൻ നിങ്ങൾ ഭരിച്ചാലും കേരളത്തിലെ വാണാൽ മതി. അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട് നിങ്ങൾക്കില്ല. ഒരു വ്യക്തിപരമായ ആരോപണത്തിലേക്ക് കടന്നിട്ടില്ല. ശശി തരൂരിനെയും രാഹുൽ ഗാന്ധിയെയൊക്കെ തരാതരം പോലെ
ഇവിടെ ഇല്ല, വർഗീയതയുടെ അത് വസ്തുത തൊഴുത്തിൽ ഉണ്ടല്ലോ. കൊണ്ടുപോയി കെട്ടുന്ന അദ്ദേഹം തന്നെ നിങ്ങളൊക്കെ ന്യായീകരിച്ചിട്ടുണ്ടോ? ഏത് ഫാസിസത്തിനെതിരെയാണ് ശരി, ഓക്കേ, എനിക്കത് മനസ്സിലാവുന്നില്ല. എന്നെല്ലാം പറഞ്ഞ വ്യക്തിയെ ന്യായീകരിക്കുകയാണ്. ശരി, ഞാൻ വരാം, അങ്ങയിലേക്ക് വരാം. എ ആർ റഹീം പറയുകയാണ് രാഹുൽ ഗാന്ധി ഹനുമാന്റെ വേഷം കെട്ടിയ വർഗീയത പോവില്ല എന്ന്. സുഹൃത്തെ, ഹനുമാൻ ഒന്നും ബി.ജെ.പിയുടെ സംഘപരിവാറിന്റെ കുത്തകയല്ല. സത്യമല്ലേ അത്? അതൊക്കെ മതം മനുഷ്യനെ മയക്കുന്ന സത്യമല്ലേ അത്? കറുപ്പ എന്ന് പറയുന്ന നിങ്ങൾക്ക് അതിനോടൊക്കെ അസ്പൃശ്യത അല്ല, ഉണ്ടാകും. ഒരു ദൈവവും- ഞങ്ങൾക്ക് ഇസ്ലാമിനോടും ഒരു ക്രിസ്ത്യാനിറ്റിയോടും ദൈവവും ഹിന്ദുവിസത്തിനോടും ആരുടെയും ഒരു കുത്തകയല്ല. അസ്പൃശ്യതയില്ല. ഒരു ദൈവവും ആരുടെയും കുത്തകയല്ല. എന്റെ മതം എന്റെ രാഷ്ട്രീയത്തിലോ എന്റെ രാഷ്ട്രീയം എന്റെ മതത്തിലോ ഇടപെടരുത്, രണ്ടും രണ്ടായി നിൽക്കണം എന്നാണ് ഈ രാഷ്ട്രത്തിന്റെ പിതാവെന്ന് നമ്മൾ ബഹുമാനിക്കുന്ന മഹാത്മാഗാന്ധി പറഞ്ഞത്. മതം മതത്തിന്റെ സ്പേസിലും രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ സ്പേസിലും, ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം മുഴുവൻ. അപ്പോൾ അതിൽ ആരെ അനുകരിക്കുന്നു എന്നുള്ളതിൽ കാര്യമില്ല.